സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേ ആണ്. കണ്ടോ, ഈ പുതിയ അർബാനിൽ നമുക്ക് കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്സ് ആണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു, ഇപ്പോൾ അർബാനിൽ ഡ്രം ബ്രേക്സ് ആണ് നമുക്ക് വരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്ന വാഹനം തന്നെയാണ് ബജാജ് ചേതക്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 മോഡൽ ബജാജ് ചേതക് അർബാനാണ്. സോ ഈ വൈറ്റ് കളർ വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും പുതിയ അർബാൻ മോഡലാണ്. ഇത് നമ്മുടെ ഇതിനു മുമ്പ് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. സോ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ വെള്ള വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ്. അതായത് അർബാൻ എന്ന് പറയുന്ന ഒരു ബേസ് മോഡൽ. ആക്ച്വലി ഒരു പ്രീമിയം മോഡൽ കൂടെ 2024 വരുന്നുണ്ട്. അത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. സോ ഇന്ന് ഈ ഒരു അർബാൻ എന്ന് പറയുന്ന ബേസ് മോഡലിൽ പഴയ വാഹനത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂവും ഒരു ചെറിയ ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചേതക്കിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ. ബജാജ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് വാഹനമാണ് ചേതക്. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഇതേ രൂപത്തിൽ തന്നെയാണ് ഇവർ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു വാഹനത്തിന് കുറച്ച് നാൾ മുമ്പ് നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് വന്നപ്പോഴത്തേക്കും സെയിൽസ് നല്ലപോലെ ബൂസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാഹനമാണ്. കാരണം ഓടിക്കാൻ അത്രയ്ക്ക് സുഖമുള്ളൊരു വാഹനമാണ്. അത് മാത്രമല്ല, കമ്പാരിറ്റീവ്ലി നമ്മൾ എയ്തർ പോലെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കംപ്ലയിൻസും പൊതുവേ കുറവാണ് കേൾക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പാണെങ്കിലും അതിനകത്ത് യൂസേഴ്സിനൊക്കെ ആണെങ്കിലും കംപ്ലയിൻസ് കുറവാണ് പറയാനുള്ളത്. പിന്നെ ബജാജ് ആയതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്ന വാഹനം തന്നെയാണ് ബജാജ് ചേതക്. ഇനി ആദ്യമായിട്ടാണ് ചേതക് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ഫിസിക്കൽ ഓവർവ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് തരാം, എന്നിട്ട് നമുക്ക് ഒരു വാഹനത്തിൻ്റെ ചേഞ്ചസിലേക്ക് വരാം. ഫ്രണ്ടിൽ ചേതകിൻ്റെ റെട്രോ ലുക്കിംഗ് ആയിട്ടുള്ളൊരു സർക്കുലർ ഹെഡ് ലാമ്പ് നമുക്ക് കാണാം. നല്ല ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സൈഡിലായിട്ട് ഇവരുടെ മിറേഴ്സ് ഉണ്ട്, എല്ലാം മെറ്റലാണ്. ഈ ഒരു പാനൽ പ്ലാസ്റ്റിക് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഇവരുടെ ഹാൻഡിൽ ഗ്രിപ്പൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ബ്രേക്ക് ലിവർ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്കൂട്ടറുകളിലൊന്നും വരാത്ത സാധനം, പല സ്കൂട്ടറുകളിലും ഇല്ലാത്ത ബ്രേക്ക് ലോക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ പാനലെല്ലാം മെറ്റലാണ്. അതുപോലെ തന്നെ റെട്രോ ലുക്കിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വഡ് ഗാർഡ് വീണ്ടും പ്ലാസ്റ്റിക് ആണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 12 ഇഞ്ചിൻ്റെ അലോയ് വീല് നമുക്ക് കാണാം. ഇത്തവണ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഡ്രം ബ്രേക്സ് ആണ്. മോണോഷോക്ക് സസ്പെൻഷനാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. പക്ഷേ ഓലയിലെ പോലെയൊന്നുമല്ല, നല്ല കുഴപ്പമൊന്നുമില്ലാത്ത മോണോഷോക്ക് സസ്പെൻഷനാണ്. ഒടിയുന്ന കാര്യത്തെ പറ്റിയിട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ MRFൻ്റെ ടയേഴ്സാണ് നമുക്കിതിൽ വന്നിരിക്കുന്നത്. 90-90-12 സെക്ഷൻ ടയേഴ്സാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അതാണ് ഫ്രണ്ടിലെ കാര്യങ്ങൾ. ഇനി സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് നമുക്കിവിടെ കാണാം. സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല, സെൻട്രൽ സ്റ്റാൻഡ് ഒരു ആക്സസറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിലിയനായിട്ടുള്ള 1 സൈഡ് ഫുഡ് റെസ്റ്റും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ നമുക്ക് 2 സൈഡ് ഇരിക്കാനുള്ള ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ അതേ ഡിസൈനിലുള്ള ഒരു ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് കൺട്രോൾസ് ഇവിടെ ഉണ്ട്. ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ പ്ലേ, പോസ്, ഹോൺ, ഇൻഡിക്കേറ്റർ, ട്രൈ മോഡ് സെലക്ട് ചെയ്യാൻ, റിവേഴ്സ് മോഡ്, ബൂട്ട് ഓപ്പൺ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ കാര്യങ്ങൾ വരുന്നത്. അതിൻ്റെ നമുക്ക് കീ ഫോബും ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു കീ ഫോബ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ചേതക് അർബാൻ്റെ പുതിയ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. കളറായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കുറച്ച് ഡിസൈൻ എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 2443 എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാം. പഴയ വാഹനത്തിൽ 2413 എന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഈ ഗ്ലൗ ബോക്സിനകത്ത് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്, USB ചാർജിങ് ഉണ്ട്, അതുപോലെ തന്നെ ചാർജർ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഫ്രണ്ടിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫ്ലോർ ബോർഡാണ്. ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് വെക്കാനുള്ള സ്പേസ് ഒന്നുമില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു സ്പേസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിവിടെ ആയിട്ട് ചേതകിൻ്റെ ഒരു ലോഗോ കാര്യങ്ങൾ കാണാം. ഇത് ഒരു ഹുക്കും കൂടെയാണ്. അതിൽ നമുക്കൊരു 3 കിലോഗ്രാം വരെയുള്ള സാധനങ്ങൾ തൂക്കാൻ സാധിക്കും. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ടാണെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ ബൂട്ട് ഓപ്പണായി വരും. സോ ഇതാണ് നമ്മുടെ ബജാജ് ചേതക് അർബാനിലെ ബൂട്ട് സ്പേസ്. ഇതിൽ നമുക്കൊരു ചെറിയ ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാം.
തരക്കേടില്ലാത്തൊരു ബൂട്ട് സ്പേസ് എന്ന് പറയാം. നമുക്ക് മറ്റ് പല വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇവിടെയായിട്ട് നമുക്കിതിൻ്റെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ചാർജർ കുത്തിക്കഴിഞ്ഞാൽ ഇതിലൂടെ തന്നെ എടുത്തിട്ട് സീറ്റ് അടച്ചു വെക്കാം എന്നുള്ളതാണ്. സോ അതാണ് അവിടുത്തെ ഒരു വിശേഷം. പിന്നെ ഇതാണ് നമ്മുടെ സീറ്റ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ് ബജാജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗ്രാബ് റെയിൽ കാര്യങ്ങൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ കണ്ട അതേ സ്റ്റൈലിലുള്ള കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് ഉണ്ട്. ചേതക്കിൻ്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും ടെയിൽ ലാമ്പ് കാര്യങ്ങൾ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഇതാണ് ഇതിൻ്റെ ഒരു മഡ് ഗാർഡ്. ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് നമ്മൾ മൗണ്ട് ചെയ്യുക. ഇവിടെ ആയിട്ട് രണ്ട് റിഫ്ലക്റ്റേഴ്സ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചേതക്കിൻ്റെ ഒരു ഡ്രൈവ് സിസ്റ്റം. പ്രോപ്പറായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിലും ഡ്രം ബ്രേക്കാണ് വരുന്നത്. ചേതക്ക് പറയുന്നത് ഡയറക്റ്റ് ഡ്രൈവ് എന്നാണ്. ഞാൻ അന്വേഷിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗിയേഴ്സാണ്. അപ്പോൾ അതിൽ സർവീസിൻ്റെ ടൈമിൽ ഓയിലിങ്ങും അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സ്മൂത്താണ്. തീരെ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ഓടിക്കാൻ ഭയങ്കര സുഖമുള്ളൊരു വണ്ടിയാണ്. സോ ഇത്രയൊക്കെയാണ് ബജാജ് ചേതക്ക് അർബാൻ്റെ ഒരു ഡിസൈൻ ഓവർവ്യൂ കാര്യങ്ങൾ. ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും പഴയ വാഹനത്തിൽ നിന്നുള്ളൊരു ഡിസൈൻ ചേഞ്ചസ് ഞാൻ ബേസിക്കലി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമ്മുടെ പ്രീമിയം എന്ന് പറഞ്ഞ വാഹനം, അതായത് 2022 ഇറങ്ങിയ വാഹനമാണ്. അതിലൊരു അപ്ഡേറ്റ് 2023 വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു അർബൻ വേർഷൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് അർബൻ വേർഷനാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രീമിയം വേർഷൻ വരാണ്ട്. സോ ഇത് ബേസിക്കലി ഒരു ബേസ് മോഡൽ വാഹനമാണെന്ന് പറയാം. ഇത് അതിൻ്റെ മേലെയുള്ളൊരു വാഹനമായിരുന്നു എന്ന് പറയാം. ഇതിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഈ വാഹനമാണ് ഇവർ വരുന്നത്. സോ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്സ് ആണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു. ഇപ്പോൾ അർബാനിൽ ഡ്രം ബ്രേക്സ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ചാർജർ എന്നല്ല, ഇതിൻ്റെ ചാർജർ ഓൺ ബോർഡാണ് വരുന്നത്. വണ്ടിക്കകത്ത് തന്നെയാണ് ചാർജർ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് കുത്താനായിട്ടുള്ളൊരു സപ്ലൈ എക്വിപ്മെൻറ്റ് മാത്രമാണ് നമുക്ക് ഈ വണ്ടിയുടെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതാണ് അതിൻ്റെ ആ ഒരു സപ്ലൈ എക്വിപ്മെൻറ്റ്. ഭയങ്കര ചെറിയൊരു സംഭവമാണ്. ഇതിവിടെ കണക്ട് ചെയ്യുക, പ്ലഗിൽ കുത്തുക, അത്രേ ഉള്ളൂ. പക്ഷേ പുതിയ അർബാനിലെന്ന് പറയുമ്പോൾ നമുക്ക് സപ്ലൈ എക്വിപ്മെൻറ്റ് അല്ല, നമുക്ക് സെപ്പറേറ്റ് ചാർജറായിട്ട് തന്നെ വരുന്നുണ്ട്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ TVS iQube സിമിലർ ചാർജർ, ഇന്ത്യൻ മേക്കിൽ വരുന്ന ചാർജറാണ്. സെപ്പറേറ്റ് ചാർജറാണ് വരുന്നത്, ഓൺ ബോർഡ് ചാർജർ വരുന്നില്ല. മൂന്നാമത്തെ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡ് ഇതിനകത്ത് വരുന്നില്ല. അതൊരു എക്സ്ട്രാ ആക്സസറി ആയിട്ടാണ് വരുന്നത്. പഴയ വാഹനത്തിൽ നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഓൾറെഡി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേ ആണ്. കണ്ടോ, ഈ പുതിയ അർബാനിൽ നമുക്ക് കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേസമയം പഴയ പ്രീമിയം എന്ന് പറയുന്ന വാഹനത്തിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ലുക്കിംഗ് ആണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു കളർ ഡിസ്പ്ലേ ആകുമ്പോൾ ഒബ്വിയസ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേനേക്കാളും എപ്പോഴും ബെറ്ററാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് അർബാനിൽ വരുന്ന ചേഞ്ചസ്. ഇനി നമുക്ക് അർബാൻ്റെ ഒരു പ്രീമിയം മോഡൽ ആക്ച്വലി വരാനുണ്ട്. അതിൽ നമ്മൾ അറിഞ്ഞിടത്തോളം നമുക്ക് കുറേ കൂടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ വരും. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും ടേൺ ബൈ ടേൺ നാവിഗേഷനൊക്കെ അതിൽ വരും എന്നാണ് അറിഞ്ഞത്. സോ ഇത്രയൊക്കെയാണ് ഫിസിക്കലി നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വാഹനവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത വാഹനമായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച്, പെർഫോമൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചേതക്കിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂയും കാര്യങ്ങളും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ്, റേഞ്ച്, വാറണ്ടി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. സോ അർബാനിൽ കമ്പനി പറയുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 113 കിലോമീറ്ററാണ് ഐഡിയൽ ഡ്രൈവിംഗ് കണ്ടീഷൻസും. റിയൽ ലൈഫ് ഏകദേശം ഒരു 90 to 100 ആണ് പറയുന്നത്. നമ്മൾ ഇതിന് മുമ്പ് റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ബജാജ് ചേതക്ക്. കമ്പനി 90 പറഞ്ഞെങ്കിലും എനിക്ക് ഒരു സിംഗിൾ ചാർജിൽ 121 കിലോമീറ്റർ വരെ ഓടിക്കാൻ സാധിച്ചു. അത് എൻ്റെ ഒരു റൈഡിങ് സ്റ്റൈൽ വെച്ചിട്ട്. അപ്പോൾ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ചിട്ടാണെങ്കിൽ ഒരു 90 to 100 എക്സ്പെക്ട് ചെയ്യാം. പിന്നെ പഴയ ചേതക്കിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് സ്പീഡ് ഏകദേശം 63 കിലോമീറ്റർ ആയിരുന്നു ടോപ്പ് സ്പീഡ്. പുതിയതിൽ നമുക്കത് 73 വരെ ആക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മുടെ വാഹനത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു ടെക് പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ബജാജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 8000 രൂപയാണ് അതിന് വരുന്നത്. നമുക്ക് വണ്ടി വാങ്ങുന്ന ടൈമിൽ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അത് 5 വർഷത്തേക്കാണ് വാലിഡിറ്റി വരുന്നത്. അത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നമുക്ക് റിവേഴ്സ് മോഡ്, ടീബോർഡ്, സ്പോർട്സ് മോഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. അത് എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ജസ്റ്റ് എക്കോ മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ടീബോർഡ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ റിവേഴ്സ് മോഡും കാര്യങ്ങളും ഉണ്ടാവുന്നത്. 8000 രൂപയാണ് 5 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ. 8000 രൂപ എന്ന് പറയുന്നത് അത്യാവശ്യം വാല്യൂ ഉള്ളൊരു പാക്ക് തന്നെയാണ്. പിന്നെ വാറണ്ടിയെ പറ്റിയാണ് പിന്നെ നമുക്ക് സംസാരിക്കേണ്ടത്. ഡീഫോൾട്ടായിട്ട് നമ്മുടെ വാഹനത്തിൽ വരുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ 3 വർഷം 50,000 കിലോമീറ്റർ ആണ് പാർട്സിനും അതുപോലെ തന്നെ ബാറ്ററിക്ക്. പിന്നീട് നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ചേതക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
നമുക്കത് 1 വർഷം 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷം 20,000 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. 2 വർഷത്തേക്കുള്ള പാക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6,000 രൂപയുടെ വരാം, 5,900 സംതിങ് ആണ് വരാം. അതെടുക്കുകയാണെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 70,000 കിലോമീറ്റർ വാറണ്ടി കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാറണ്ടിയാണ്. സോ നമുക്ക് ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ 5 വർഷമല്ല എങ്കിൽ 70,000 കിലോമീറ്റർ വരെ ധൈര്യമായിട്ട് ബജാജിൻ്റെ ചേത്തക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ടെങ്കിൽ കൊണ്ട് നടക്കാം. നമ്മുടെ ഇതറൊക്കെ പോലെ തന്നെ ഫ്രീ സർവീസ് ഒന്നുമില്ല, ഫുള്ളി പെയ്ഡ് ആണ്. ഒരു സർവീസിന് 500 റുപ്പീസാണ് വരാമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് സർവീസ് ഏകദേശം 1000 കിലോമീറ്ററിലും പിന്നെ ഓരോ 5000 കിലോമീറ്ററിലുമാണ് സർവീസ് വരുന്നത്. പീരിയോഡിക് സർവീസ് വണ്ടിക്ക് വരുന്നുണ്ട്. പീരിയോഡിക് സർവീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം അതൊരു വണ്ടി അല്ലെങ്കിൽ എന്ത് മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാലും പീരിയോഡിക്കായിട്ട് അത് നമുക്ക് സർവീസ് ചെയ്താൽ മാത്രമാണ് കംപ്ലയിൻസ് ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത് എസ്പെഷ്യലി ഓണേഴ്സിന് അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത്. സോ 2024 മോഡൽ ചേതക് അർബാൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഓൺ റോഡ് ഷോറൂം അല്ല, 1,39,700 രൂപയാണ് ഇൻക്ലൂഡിങ് ടെക് പാക്ക്. അതായത് ഞാൻ പറഞ്ഞ പോലെ റിവേഴ്സ് മോഡ്, സേഫ് ഹോൾഡ് അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണെങ്കിൽ 1,39,700. അതല്ല നിങ്ങൾക്ക് അതൊന്നും റിവേഴ്സ് മോഡ് വേണ്ട, സേഫ് ഹോൾഡ് വേണ്ട, എക്കോ മോഡ് മാത്രം മതി, അതായത് ടെക് പാക്ക് എടുക്കാതാണെങ്കിൽ 1,31,700. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വാഹനങ്ങളൊന്നും ഇല്ല ഇത്രയും വാറണ്ടി കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു 1,31,700 എന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. അതിൻ്റെ കൂടെ ടെക് പാക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1,40,000 വരുന്നുള്ളൂ. എന്നൊരു എക്സ്റ്റൻഡ് വാറണ്ടി കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു 1,46,000 രൂപക്ക് നമുക്ക് ഈ ഒരു വണ്ടി റോട്ടിൽ ഇറക്കാം. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളായിട്ട് പറയാനുള്ളത്. ഒരു ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് പറയാനൊന്നുമില്ല, ഞാൻ കുറച്ച് ദൂരമാണ് ഓടിച്ചത്. നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള വാഹനം, ഓടിക്കുക ഭയങ്കര സ്മൂത്താണ്. തീരെ സൗണ്ട് കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. സോ നമുക്ക് ഈ വണ്ടി ഒന്ന് പ്രോപ്പറായിട്ടൊരു ടെസ്റ്റ് ഡ്രൈവിന് കിട്ടുമ്പോൾ നമുക്കൊന്ന് റേഞ്ച് ടെസ്റ്റൊക്കെ അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.